എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാജിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ബാജി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതൊന്ന് വെന്ത് വരട്ടെ. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാജിക്കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടല ഇത് നന്നായിട്ട് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അത് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡിമെയ്ഡ് പൂരിയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയ പൂരി ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ മുറിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. എണ്ണ വേസ്റ്റ് ആകുന്നിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് മുഴുവനായും വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ മാത്രമേ വേസ്റ്റ് ആകുന്നുള്ളൂ. ഇത് ഞാൻ 2 രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂരിയെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതൊരു നല്ലൊരു മണം വരുന്ന സമയത്താണ് നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായി വഴന്നു വന്നാൽ മതി. ചെറുതായി വഴന്നു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊട്ടുകടലയാണ്. ഇത് വരുമ്പോഴാണ് ബാജിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. പൊട്ടുകടല വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി. ഇളം ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പാകത്തിന് ലൂസാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ബാജി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.